CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയതോടെ പാറ്റകൾ മോദിക്ക് മുകളിൽ പറക്കാൻ തുടങ്ങിയിരിക്കുന്നു. തകർക്കാൻ പറ്റാത്ത കോട്ടകളില്ല, കടപുഴക്കാൻ കഴിയാത്ത വൻ മരങ്ങളില്ല. ഇതെല്ലാം ജനാധിപത്യത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ സംഭവിക്കുന്നതാണ്. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അപ്രമാദിത്യത്തിൽ അതിന് സാഹചര്യം കുറവായിരുന്നുവെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് പാർട്ടിയെ തകർത്തെറിയാനും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ രാജ്യത്ത് എന്നുള്ളതാണ് സത്യം. കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന BJP ഭരണം BJP എന്ന പാർട്ടിയുടെ ഒരു ഗുണം കൊണ്ടോ മഹത്വം കൊണ്ടോ അല്ല. അത് നരേന്ദ്രമോദി എന്ന നേതാവ് ആദ്യം നേടിയെടുത്തൊരു തലയെടുപ്പ് തന്നെയായിരുന്നു. പക്ഷേ 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിക്ക് 2019 അത് ആവർത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഏതൊരു ഭരണാധികാരിയെയും പോലെ അദ്ദേഹത്തിനും കാലിടറി തുടങ്ങിയിട്ടുണ്ട്. അതാണ് നരേന്ദ്രമോദി നയിച്ച BJP 2024 കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ തകർന്നു പോയത്. എന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ മോദി എന്നത് ഒരു ഘടകമേ അല്ലാതാകും. കാരണം മറ്റൊന്നുമല്ല, മടുപ്പ് എന്നൊരു സാധനം അത് മനുഷ്യ സഹജമാണ്. മാറ്റി പരീക്ഷിക്കുക തന്നെ ചെയ്യും രാജ്യത്തെ ജനങ്ങൾ. അതാണ് BJP ഇപ്പോൾ പേടിച്ച് വരണ്ടിരിക്കുന്നത്. അതാണ് അവർ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഭയന്നിരിക്കുന്നതും. കേന്ദ്ര സർക്കാരിനെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി അതിശക്തമായ പ്രചരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയടക്കം വിഷയങ്ങൾ ഏറ്റെടുത്ത് ആദ്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിമർശനം ശക്തമാക്കാനാണ് നീക്കം. ഇത് യുവാക്കളുടെ ഇടയിൽ മോദിക്കുണ്ടായ ഇമേജ് തകർത്തെറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CJPക്കെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. കോക്രോച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പാറ്റകൾ തുടങ്ങിയിട്ടേയുള്ളൂ. ഇനി എന്തെന്ന് വിശദീകരിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ നൽകിയ ലഘുലേഖയിലാണ് കൂടുതൽ കൃത്യമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നുവെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ചോദ്യപേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ എന്നീ യുവജനങ്ങളുടെ വിഷയങ്ങൾക്കാകും ആദ്യ പരിഗണന നൽകുക. ഒരു പ്രശ്നത്തിലും ഉത്തരം നൽകേണ്ടതില്ല എന്ന സർക്കാരിൻ്റെ ധാർഷ്ട്യത്തെയും ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഈ രാജ്യത്തെ യുവാക്കൾ അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ താല്പര്യപ്പെടുകയാണ്. എന്നാൽ അവരുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുന്നു. ആ നടപടിയുടെ ഭാഗമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിശബ്ദമാക്കാൻ ശ്രമിച്ചത് എന്നും ലഘുലേഖ ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ യുവജന പ്രക്ഷോഭമാണ് ഇപ്പോൾ ആലോചനയിലുള്ളത്. പിന്തുണ നൽകിയവരുടേതടക്കം അഭിപ്രായങ്ങൾ തേടിയാകും ഇനിയുള്ള നീക്കം. ഇപ്പോൾ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുമെന്ന് വ്യക്തമാക്കുന്ന CJP രാഷ്ട്രീയ പാർട്ടിയായി മാറുന്ന സൂചനകളൊന്നും നൽകുന്നുമില്ല. എന്നാൽ CJPക്കെതിരായ ഹർജി അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടിൽ സുപ്രീം കോടതി എത്തിയിരിക്കുന്നു. ചീഫ് ജസ്റ്റിസിന് മുൻപാകെ ഹർജി പരാമർശിച്ചപ്പോൾ വികാരപരമായി കാണേണ്ടതെന്നും യഥാസമയം പരിഗണിക്കാമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. കോടതിക്കകത്തും പുറത്തും ഈ മുന്നേറ്റത്തെ തകർക്കാൻ നോക്കിയ BJPക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ CBI അന്വേഷണം വേണമെന്നും കേസെടുക്കണമെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടതെങ്കിൽ ആ ഹർജി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് 100% നരേന്ദ്രമോദി സർക്കാരിൻ്റെ അധപ്പതനത്തിൻ്റെ തുടക്കമാണ്, പടിയിറക്കത്തിൻ്റെ ആരംഭമാണ്. യുവാക്കൾ ഇളകിയാൽ തകരാത്ത കോട്ടകളില്ല എന്ന് കാണാൻ പോകുന്നതേയുള്ളൂ. അതിനധികം സമയം വേണ്ട എന്നുള്ളത് മറ്റൊരു സത്യം. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ വിഷയം അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അടിത്തറ ഇളകുന്ന നരേന്ദ്രമോദി സർക്കാരിനെ കാണുന്ന കാഴ്ച വിദൂരമല്ല.